ഹായ് സ്നേഹമുള്ളവരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഞാൻ പള്ളിയിൽ പോകാൻ പോയായിരുന്നേ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം എൻ്റെ ഇടവക പള്ളിയിൽ നിന്നും മാതാവിൻ്റെ തിരുസ്വരൂപം ഭവന സന്ദർശനത്തിനായിട്ട് ഇന്ന് ഇറക്കുവാണ്. ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനത്തെ എല്ലാ വീടുകളിലും മാതാവിനെ കൊണ്ടുപോകും. ഓരോ കുടുംബാംഗങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു ഭവനത്തിൽ കൊണ്ടുവന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം ഇരുത്തും. ആ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടാണ്. ആ സമൂഹത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് ആ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥന ജപമാല നടത്തും. അവരുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ മാതാവിനോട് പങ്കുവെക്കും. അപ്പോൾ ഞാൻ കുർബാനയ്ക്കായിട്ട് പോവുകയാണ്. ആ ദിവസത്തിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു നാൾ മുതൽ എൻ്റെയൊക്കെ വീട്ടിൽ വെച്ച് തന്നെ മാതാവിൻ്റെ തിരുസ്വരൂപം ഭവന സന്ദർശനത്തിനായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ കൊണ്ടുവരുമ്പം ഞങ്ങൾ വളരെ ഒരുക്കത്തോടെയാണ് സ്വീകരിക്കുന്നത്. അപ്പം ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ജപമാലയും കുർബാനയും തുടങ്ങാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ പള്ളിയിലോട്ട് പോകാം കേട്ടോ. ഓക്കേ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോളാം കേട്ടോ. പള്ളി എത്താറായി. ഞാൻ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടവക പള്ളിയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. പള്ളി എത്താറായി. പള്ളി എത്തി, ജപമാല തുടങ്ങി. ഞാൻ കുർബാനയ്ക്ക് കയറട്ടെ. ദൈവവചനം, തിരുസ്വരൂപം, വൈദികൻ എന്നീ ക്രമത്തിൽ നമ്മൾ വിശ്വാസമാലയിൽ പങ്കുചേരാറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിശ്വാസദീപം തെളിയിച്ചു ഞങ്ങൾ നിൻ സ്തുതി കീർത്തനം ഏതിടുന്നു. പ്രാർത്ഥന മഞ്ജരി ജപമാല മഞ്ജരി ഏഴകൾ ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന മഞ്ജരി ജപമാല മഞ്ജരി. സ്നേഹമുള്ളവരെ, അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ ഭവന സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നല്ലതായിരുന്നു, എല്ലാം മംഗളമായിട്ട് നടന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഗുഡ് നൈറ്റ്. എൻ്റെ കൂടെ ഒരു അമ്മയും മകളും ഉണ്ട് കേട്ടോ, ടീച്ചറാണേ. ഓക്കെ.